السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وبعد عباد الله ഉസൈക്കും വഇയ്യായ ബിതഖ്വല്ലാ. നമ്മുടെ ബഹുമാനപ്പെട്ട മൂസ കുവൈത്ത് മവാഹിബുൽ ജലിയ ചൊല്ലുകയായിരുന്നു. ഞാൻ പുറത്തായിരുന്നു, ഇപ്പോൾ വന്നതാണ്. കുറച്ച് PM ഉണ്ട്, അതിനൊന്ന് മറുപടി പറയണം. അതിലൊക്കെ അപ്പുറം നമ്മുടെ ചില സഹോദരന്മാർ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. ഇന്ന് നേരത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ സമയത്താണ് ഒരു സഹോദരൻ വിളിച്ച് കുറെ കരഞ്ഞ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരി 32 വയസ്സായ ഒരു സഹോദരി, അവർക്ക് സുഖമില്ല, കാസർഗോഡാണ്. അവർക്ക് സുഖമില്ല, ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട്. ചില ടെക്സ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ടെക്സ്റ്റിന്റെ റിസൾട്ടൊക്കെ നല്ല രീതിയിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു സങ്കടമായി പോയി. കാരണം അദ്ദേഹം ഒരുപാട് നേരം കുറെ സംസാരിച്ചിരുന്നു പല വിഷയങ്ങളെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ സഹോദരിന്റെ വിഷമവും ബുദ്ധിമുട്ടും കുറെ കരഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ക്ലാസ് റൂമിൽ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ ദുആ ചെയ്താൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും എന്നൊരു ധാരണ പല ആളുകൾക്കും ഉണ്ട്. അത് പല ആളുകൾക്കും പല ഗുണങ്ങളും കണ്ടിട്ടുണ്ടാവണം. അതിന് കാരണം എന്റെ ദുആ അല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അതിന് ആമീൻ പറയാൻ വേണ്ടി സ്വാലിഹത്തുകളായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ അവരുടെയൊക്കെ ആമീന്റെ ഫള് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്കതിനെ ഉറപ്പിക്കാം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ വേണം, അല്ലാഹു സ്വീകരിക്കും എന്ന ഒരു അസ്മ്, നല്ലൊരു ധാരണ നമുക്ക് വേണം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റെല്ലാ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗത്തോടൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ തആത്തിലായ ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസല്ലം അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ ഇന്നലെ നമ്മൾ ദുആ ചെയ്തിരുന്നു. നമ്മുടെ സഹോദരൻ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനം വിജയകരമാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. നാം ഇന്നലെ ദുആ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സ്ഥാപനത്തിൽ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല ലാഭകരമായ രീതിയിൽ അത് നടത്തിക്കൊണ്ടു പോകുവാൻ അല്ലാഹു സഹായിക്കട്ടെ. ഹലാലായ രീതിയിൽ സമ്പാദിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആ സ്ഥാപനം മുഖേന അദ്ദേഹത്തിനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെന്താണ്, ബാങ്ക് കൊടുത്ത ഉടനെ ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടണമെന്നാണ്. വേണം. ബാങ്ക് കൊടുത്ത ഉടനെ എന്നല്ല, വഖത്ത് എത്തിയതിനു ശേഷം ഒരു തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം ആയി നിൽക്കുക. ഒരു തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം ഉണ്ട്. ആ സമയം ആയതിനു ശേഷമാണ്, അല്ല അങ്ങനെയല്ലല്ലേ, അത് വേറെ. ബാങ്ക് കൊടുത്തതിന് ശേഷം ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹർ ബാങ്ക് കൊടുത്തു, ഏതായാലും ശരി, ആ ബാങ്ക് കൊടുത്തു നിസ്കരിക്കുക ചെറിയ നിലക്ക്. ഒരു മിനിറ്റ്. വഖത്തുൽ ളറൂറത്തി വഹുവ ആഖിറുൽ വഖതി. അവിടെയാണ് ആ വിഷയം. ഞാൻ എന്റെ ഇബാറത്ത് ഇവിടെ എടുത്തൊരു ഇതുണ്ട്. സാധാരണ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ് അല്ലേ. ഇവിടെ ഒരു പെണ്ണിനെന്ത് ചെയ്ത് ഹൈലുണ്ടായി. എപ്പോഴാണ് ഹൈല്? വഖത്ത് കടന്നതിന് ശേഷമാണ് ഹൈലുണ്ടായത്. വഖത്ത് കടന്നിട്ട് പിന്നെ വേഗം നിസ്കരിക്കാൻ ഉള്ള ഒരു സമയം കഴിഞ്ഞ് നിൽക്കുക. അതിനുശേഷം നിസ്കരിക്കാനുള്ള സമയം ആയി. അതിനുശേഷമാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ആയി. അതിനുശേഷമാണ് അവൾക്ക് ഹൈലുണ്ടായത്. എന്നാൽ ആ നിസ്കാരം എന്ത് ചെയ്യണം? പിന്നീട് അവളുടെ ഹൈലൊക്കെ മാറിയതിനു ശേഷം അത് മടക്കി നിസ്കരിക്കണം എന്നാണ്. അപ്പൊ അത് ഖളാ വിട്ടണം. അതേസമയത്ത് നിസ്കരിക്കാൻ
ചുരുങ്ങിയ രീതിയിൽ നിസ്കരിക്കാനുള്ള സമയം ആവണതിന്റെ മുമ്പായിട്ട് തന്നെ അവൾക്ക് ഹൈദ് ഉണ്ടായി നിൽക്കുക, എന്നാലും മറക്കി നിസ്കരിക്കുകയും വേണ്ട. അതുപോലെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാല് ഏത്, ഇനി ഒരു പെണ്ണിന്റെ ഹൈദ് എപ്പോഴാണ് മാറുന്നത്? ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായി അവളുടെ ഹൈദ് മാറുന്നത് പിന്നെ ഈ വഖത്തിന്റെ അവസാനമാണ്. വഖത്തിന്റെ അവസാനം, ആ വഖത്തിൽ നിന്ന് ഇനി ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനുള്ള അവസരം സമയം കൂടിയുള്ള ബാക്കിയുള്ളൂ. അപ്പോഴേക്കും അടുത്ത വഖത്താവും. അങ്ങനത്തെ സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് മാറിയത്. എന്നാൽ ആ നിസ്കാരം വേണം, അവള് ഖളാ കൂട്ടണം എന്ന്. ആ നിസ്കാരം മാത്രമല്ല കേട്ടോ, അതോടുകൂടി ജമാഅക്കപ്പെടുന്ന നിസ്കാരവും ഖളാ കൂട്ടണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ളുഹറും അസ്റും കൂടി ജമാക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. ളുഹറും അസ്റും കൂടി ജമാക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒരു പെണ്ണിന്റെ ഹൈദ് മാറിയത് എപ്പോഴാണ്? അസറിന്റെ അവസാന സമയത്താണ്. ഇനി മഗ്രിബ് ആവാൻ ഒരു അല്ലാഹു അക്ബർ പറയാനുള്ള സമയമുണ്ട്. ആ സമയം കഴിയുമ്പോഴേക്കും മഗ്രിബ് ആകും. എന്നാൽ അവിടെ നിസ്കരിക്കാൻ സമയം ചെല്ലല്ലേ, നിസ്കരിക്കാൻ സമയമില്ല. അവൾക്ക് കുളിക്കണ്ടേ? ഹൈദ് മാറിയിട്ട് അവൾക്ക് കുളിക്കണ്ടേ? കുളിച്ചിട്ടൊക്കെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അസറിന്റെ അവസാന സമയമാണ് അവിടെ ഹൈദ് മാറിയത്. ഇനി ഒരു അല്ലാഹു അക്ബർ എന്നും കൂടി പറയാനുള്ള സമയം ഈ അസറിന്റെ വക്തിൽ നിന്നുള്ളൂ. അത് ആകുമ്പോഴേക്കും മഗ്രിബിന്റെ സമയം ആകും. എന്നാൽ അവൾക്ക് അസർ ഖളാ കൂട്ടണം, കുളിച്ചതിന് ശേഷം അസർ ഖളാ കൂട്ടണം, ളുഹറും ഖളാ കൂട്ടണം എന്നാ. അസർ മാത്രം ഖളാ കൂട്ടിയാൽ പോരാ, ളുഹറും ഖളാ കൂട്ടണം. എന്താണ് കാരണം? ളുഹറും അസറും ജംഅക്കപ്പെടുന്ന നിസ്കാരങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ വക്തിന്റെ സമയത്ത് മാറിയാൽ ആ നിസ്കാരവും അതിനോട് കൂടി ജംഅക്കപ്പെടുന്നതിന്റെ മുമ്പത്തെ വക്തുണ്ടല്ലോ, അതും ഖളാ കൂട്ടണം. ചില സഹോദരിമാർക്കൊന്നും അങ്ങനെ വല്ലാതെ അറിയില്ലല്ലേ, എന്ന് മനസ്സിലാക്കിക്കോളുണ്ട്. അതുപോലെ തന്നെ ഇശാന്റെ അവസാനത്തെ വക്തിലാണ് സമയത്താണ് ഒരു പെണ്ണിന്റെ ഹൈദ് മാറിയത്, മെൻസസ് മാറിയത് ഇശാന്റെ അവസാനത്തെ സമയത്താണ്. അവസാനത്തെ സമയം എന്ന് പറഞ്ഞ് ഇശ നിസ്കരിക്കാനുള്ള സമയം ഈ സമയത്ത് ഉണ്ടായില്ല. കാരണം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇശ ഇനി സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു 2 മിനിറ്റ് കൂടിയുള്ളൂ. സുബഹി ബാങ്ക് കൊടുക്കാൻ 2 മിനിറ്റ് കൂടിയുള്ളൂ. അപ്പോഴാണ് അവളുടെ ഹൈദ് മാറിയത്. അപ്പോഴെന്ത് വേണം? അപ്പൊ നിസ്കരിക്കാൻ സമയം ഉണ്ടായില്ല. കാരണം അവൾ കുളിക്കണമല്ലോ. കുളിച്ച് നിസ്കരിക്കുമ്പോഴേക്കും സുബഹിയാകും. എന്നാലും അവളുടെ ഹൈദ് മാറിയത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് 2 മിനിറ്റ് മുമ്പാണ്. എന്നാൽ കുളിച്ചതിന് ശേഷം ആ ഇശയും ഖളാ കൂട്ടണം, മഗ്രിബും ഖളാ കൂട്ടണം. എന്താ കാരണം? മഗ്രിബും ഇശയും തമ്മിൽ ജമാഅക്കപ്പെടുന്ന നിസ്കാരമാണ്. സംഗതി മഗ്രിബിന്റെ സമയത്ത് അവൾക്ക് ഹൈദായിരുന്നു അല്ലേ? മഗ്രിബിന്റെ സമയം മുഴുവൻ അവൾക്ക് ഹൈദായിരുന്നു. എന്നാലും ശരി, മഗ്രിബും ഖളാ കൂട്ടണം, ഇശയും ഖളാ കൂട്ടണം. ഈ മസല മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇനി മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുകയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദെ മാതാക്കി ഭാരത് മാതാക്കി അങ്ങനെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? വിരോധമൊന്നുമില്ല. ഭാരത് മാതാക്കി ജയ് എന്നാൽ ഇന്ത്യ ജയിക്കട്ടെ എന്നാണ്, വേറൊന്നുമില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഭാരത് മാതാക്കി എന്ന് പറഞ്ഞാല് ഭാരത് മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യം എന്ന് പറയല്ലോ, മാതൃരാജ്യം. അതിന്റെ അർത്ഥം ഭാരതം നമ്മളെ പെറ്റ ഉമ്മ ഭാരതാണെന്നല്ല, മാതൃരാജ്യം എന്ന് പറയാം. അത് നമ്മളെ പെറ്റ് വളർന്ന നമ്മുടെ വത്തൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ജയിക്കട്ടെ എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പറഞ്ഞുകൊണ്ട് വിരോധം ജായിസാണ്, അങ്ങനെ പറയലേ അനുവദനീയമാണ്. പണ്ട് ജനഗണമന പാടുന്നതിനെ കുറിച്ച് ഒരു വലിയൊരു വാഗോദം നടന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന അറിയില്ല, കുറെ മുമ്പാണ്. ജനഗണമന അതിനായക ജയ എന്നൊക്കെ ഉണ്ടല്ലോ, അത് പാടാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലൊരു ചർച്ച നടന്നിരുന്നു. ചില ആളുകളൊക്കെ അതിനെ എതിർത്ത് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോട്ടുമസ്താർ എന്താണപ്പോ അതുകൊണ്ട് തരാറ്? അതിൽ ഇന്ത്യയിൽ പിന്നെന്തുണ്ട്? യമുന നദി ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, സിന്ധ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തരാറ് വെച്ചു കോട്ടുമസ്താദ്. അപ്പൊ അതിന്റെ സംഭവം. അതുകൊണ്ട് അതിൽ പ്രത്യേക തരാറൊന്നുമില്ല. അത് പ്രത്യേകമായ പൂജയോ അല്ലെങ്കിൽ മറ്റങ്ങനത്തൊന്നുമില്ല. അതുകൊണ്ട് തരക്കില്ല എന്നാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഈ മാസം ലാസ്റ്റ് ഉള്ള ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിനുള്ള എല്ലാ വഴിയും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു ഉംറക്ക് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ വേറെ ഒരു പ്രയാസം ഉള്ളത്, എന്റെ വളരെ അടുത്ത ചില കുടുംബക്കാർ മുജാഹിദുകളാണ്. അവർ
എതിർത്ത സുന്നത്തിലേക്ക് തിരിച്ചു വരാൻ, എതിർത്ത നല്ല എന്താണോ ഏതായാലും ശരി, അഹ്ലുസുന്നത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയും ഇനിയുള്ള വരുന്ന തലമുറകളെയും മക്കളെയും ഈ ഷെറിൽ നിന്ന് കാക്കാൻ വേണ്ടിയും ദുആ ചെയ്യണം, ക്ലാസ് റൂമിലും അല്ലാതെയും. പ്ലീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അഹ്ലുസുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തോന്നിപ്പിക്കട്ടെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളൊക്കെ, നമ്മുടെ മക്കളെയും നമ്മുടെ വരാൻ പോകുന്ന തലമുറനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ബിദ്അത്തിനെ തൊട്ടും ഫിസ്ഖിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിച്ച് എല്ലാവരെയും അല്ലാഹു സാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കട്ടെ. നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി വേറെ പ്രത്യേക ഒന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. അല്ല, വേറെ ഒന്നുമില്ല. സ്കൂളിലോ അല്ല എന്താണ് സ്റ്റൂളിലോ കസേരയിലോ ഇരുന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സഫിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? സഫിലെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു വിഷയമാണ്. സഫില് നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ സഫ് ശരിയാക്കേണ്ടത് അവരുടെ മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ്. എല്ലാവരുടെയും മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് നിന്ന് നിസ്കരിക്കുന്നവർ സഫ് ശരിയാക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ചന്തിയുടെ പിൻഭാഗം ഒപ്പിച്ചിട്ടാണ് സഫ് ശരിയാക്കേണ്ടത്. ഇനി എല്ലാവരും ഇരുന്നുണ്ട്, ഒരു 10 ആൾക്കാരുണ്ട് നിൽക്കുക, ഒന്നിച്ചങ്ങ് ഇരുന്ന് നിസ്കരിക്കാൻ നിൽക്കുക. എന്നാൽ എല്ലാവരുടെയും ചന്തിയുടെ പിൻഭാഗം അങ്ങനെ ഒന്ന് ഒപ്പാക്കിയിട്ട് അങ്ങനെ. അപ്പൊ കസേരയിൽ ഇരിക്കുമ്പോൾ ചില ആൾക്കാർ നിന്നിട്ടും ചില ആൾക്കാർ ഇരുന്നിട്ടും ആണെങ്കിലോ, അപ്പൊ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട് നിൽക്കുക. എന്നാൽ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ മടമ്പിന്റെ പിന്നിനോട് പിൻഭാഗത്തോട് ഒപ്പിച്ചിട്ടാവുക ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ ചന്തിയുടെ പിൻഭാഗം. അങ്ങനെ ഇരിക്കും. അപ്പൊ കസേരയിൽ നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ ചന്തിയുടെ പിൻഭാഗം നിന്ന് നിസ്കരിക്കുന്ന ആളുടെ കാലിന്റെ മടമ്പിന്റെ പിൻഭാഗം ഉണ്ടാവുമല്ലോ, അതിന്റെ ഒപ്പം ആ രീതിയിൽ ഇരിക്കുക. അപ്പോ ശരിയാവും. അപ്പൊ ആ സൊഫിൽ തന്നെ ആ കസേര കിട്ടാല്ലേ, അപ്പൊ ശരിയാവും. അപ്പൊ അവന്റെ കാലുണ്ടാവുമല്ലോ അല്ലെ, കാലൊക്കെ കുറച്ച് മുമ്പിലായിരിക്കും, അതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ നിൽക്കേണ്ടത്. അപ്പൊ പിന്നെയുള്ള ആളുകൾക്ക് അതുകൊണ്ട് ശല്യം ഉണ്ടാവും ചെയ്യൂല. പിന്നെ സഫ് കെട്ടിയ ആളുകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യൂലല്ലോ. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഭർത്താവ് മരിച്ചാൽ ഇദ്ദ ഇരിക്കൽ നിർബന്ധമുണ്ടോ? പിന്നെ ഭർത്താവ് മരിച്ചാലാണ് ആകെയുള്ള ഇദ്ദ കാര്യമായിട്ടുള്ളത്. ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം ഇദ്ദ ഇരിക്കണം. അത് എത്രത്തോളം എന്ന് പറഞ്ഞാല് തലാഖിന്റെ ഇദ്ദ ആണെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഒരു പെണ്ണിനെ തലാഖിൽ നിൽക്കുക. അവളുമായി സംയോഗത്തിൽ ഏർപ്പെട്ടൊന്നുമില്ല. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ തലാഖില്ല. എന്നാൽ ആ പെണ്ണിന് ഇദ്ദ ഇരിക്കണം, അവൾക്ക് ഇദ്ദയില്ല. നേരെ മറിച്ച് ഭർത്താവ് മരിച്ച അപ്പൊ തന്നെ ഭർത്താവ് മരിച്ചാലോ അപ്പൊ ഇദ്ദയിരിക്കും വേണം. ആ തൊലാഖിന്റെ ഇദ്ദയും പിന്നെ വഫാത്തിന്റെ ഇദ്ദയും തമ്മിൽ വ്യത്യാസമുണ്ട്. തൊലാഖിന്റെ ഇദ്ദ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ അവളുമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പായിട്ട് ഒരാൾ തലാഖ് ചെല്ലിയാൽ അവൾക്ക് ഇദ്ദയില്ല. പക്ഷെ അതേസമയത്ത് നിക്കാഹ് കഴിഞ്ഞ് ബന്ധപ്പെടുന്നതിന്റെ മുമ്പായിട്ട് തന്നെ ഭർത്താവ് മരിച്ചു നിൽക്കുന്നാലോ, എന്നാൽ 4 മാസം 10 ദിവസം അവളുടെ ഇദ്ദയിരിക്കണം. അതിന് ശേഷം അവളെ ഇനി മറ്റു ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വളരെ ഗൗരവമെന്ന് അർത്ഥം ഉണ്ട്. പിന്നെ ഇനി വേറെ ഇതൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആളുകളും നമ്മുടെ പല വിഷയത്തിനും വേണ്ടിയും ദുആ ചെയ്യാനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. പടച്ചോൻ നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ദുനിയാവിലോ ആഖിറത്തിലോ എവിടെയും ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതം വിശാലമാക്കി തരികയും ഈമാൻ സലാമത്താക്കി തരികയും ചെയ്യട്ടെ. ഖബർ ജീവിതം, ദുനിയാവിലെ ജീവിതവും ഖബർ ജീവിതവും മഹ്ശറയിലെ നൃത്തവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്തിനും സന്തോഷത്തിലാക്കി തരട്ടെ. അവസാനം ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അവ്വലീങ്ങളോടുകൂടി സാദിഖീങ്ങളോടുകൂടി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി തരട്ടെ. സ്വർഗ്ഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തായിക്കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കി തരട്ടെ. വിഷമമുള്ള രോഗമുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ അള്ളാഹു പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽപ്പെട്ട പല ആളുകൾക്കും വിഷമമുണ്ട്. അവരുടെ കാര്യം അവർക്ക് നടത്താൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സ്വന്തം കാര്യം അവർക്ക് തന്നെ മറ്റൊരു ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായി ചെയ്യാനുള്ള കഴിവും സിഹത്തും അതിനുള്ള ആഫിയത്തും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر وارحم لآبائنا وأمهاتنا كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته. പിന്നെ സലാത്തിന് നേതൃത്വം നൽകുന്ന ആളുടെ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പണ്ടി തങ്ങൾപ്പാപ്പായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും. അവരോട് നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്യാൻസർ രോഗം ആണോ എന്ന് സംശയിക്കുന്ന ആ ജമീല എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ്, 32 വയസ്സുകാരിയായ. അവരുടെ കാര്യത്തിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി, സലാത്തിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല എങ്കിൽ മറ്റാരെങ്കിലും ഉള്ള ആളുകൾ ഓർമ്മിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.